വാർ ഓൺ ടെറർ 2001 സെപ്റ്റംബർ 11 അമേരിക്കയിലെ ന്യൂയോർക്കിലുള്ള വേൾഡ് ട്രേഡ് സെന്റർ തകർക്കപ്പെട്ടു. ഈ ആക്രമണത്തോടുള്ള അമേരിക്കയുടെ പ്രതികരണമായിരുന്നു ആഗോള ഭീകരതാ വിരുദ്ധ യുദ്ധം എന്ന പദ്ധതി. ഭീകരതാ വിരുദ്ധ യുദ്ധം അഥവാ ഗ്ലോബൽ വാർ ഓൺ ടെറർ എന്ന മിലിറ്ററി ക്യാമ്പയിന് നേതൃത്വം കൊടുത്തത് അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷാണ്. അദ്ദേഹം ഇതിനെ വിശേഷിപ്പിച്ചത് തന്നെ കുരിശ് യുദ്ധം എന്നായിരുന്നു. ഈ ഒരു പ്രയോഗത്തിൽ നിന്ന് തന്നെ ഇതൊരു മുസ്ലിം വിരുദ്ധ പദ്ധതിയാണ് എന്ന് വ്യക്തം. ആഗോളതലത്തിൽ മുസ്ലിം വിരുദ്ധത വർദ്ധിപ്പിക്കാൻ വാർ ഓൺ ടെറർ ഒരു കാരണം. മുസ്ലിങ്ങൾ ജന്മസിദ്ധമായി തന്നെ അക്രമാസക്തരാണെന്നും മുസ്ലിം സാന്നിധ്യം തന്നെ സമാധാനത്തിന് വെല്ലുവിളിയാണെന്നുള്ള ഒരു കൊളോണിയൽ നരേഷൻ വാർ ഓൺ ടെറർ വ്യവഹാരത്തിലൂടെ വ്യാപകമായി സ്ഥാപിക്കുന്നു. ഈ വാർ ഓൺ ടെററിനെ കൂടുതൽ ഭീകരാക്കുന്നത് അതിന്റെ ടൈം സ്പേസ് ബൗണ്ടറികളൊന്നും സ്പെസിഫിക് അല്ല എന്നത്. യുദ്ധമുറകൾക്ക് പുറമെ നയതന്ത്ര തലത്തിലും വാർ ഓൺ ടെറർ പദ്ധതികൾ നടപ്പിലാക്കി. ലോകത്തിന് മുസ്ലിങ്ങൾ ഒരു സെക്യൂരിറ്റി ത്രെട്ട് ആണെന്ന് വരുത്തി തീർക്കാൻ ഇതിലൂടെ സാധിച്ചു. ഭീകരതയെ നേരിടാനെന്ന പേരിൽ നിരവധി കരിനിയമങ്ങൾ ചുട്ടെടുത്തു. അമേരിക്കയുടെ നേതൃത്വത്തിൽ നടന്ന ഏറ്റവും ക്രൂരമായ അഫ്ഗാൻ ഇറാഖ് അധിനിവേശത്തെ ഈ ഭീകരതാ വിരുദ്ധ യുദ്ധമാക്കിയാണ് ന്യായീകരിച്ചു. മുസ്ലിം പ്രദേശങ്ങളിലെ ഈ അധിനിവേശത്തിലൂടെ അമേരിക്ക കൊന്നൊടുക്കിയത് 9 ലക്ഷത്തിലധികം ആളുകളെയാണ്. അതിനായി ചെലവഴിച്ചതോ $8 ട്രില്യൺ. ഇന്നും ഫലസ്തീനികളെ ഇസ്രായേൽ കൊന്നൊടുക്കുന്നത് ഭീകരവാദികളെ ഇല്ലാതാക്കാൻ എന്ന ന്യായം പറഞ്ഞു.